ഒരു പുതിയൊരു ഹാബിറ്റ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരാണ്. നിങ്ങളുടെ ലൈഫിൽ വെളിച്ചം ഉണ്ടാവുകയാണ്, സ്പേസ് ഉണ്ടാവുകയാണ്. എക്സാക്ട്ലി, നിങ്ങൾ പുതിയ സ്പേസ് ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് ഒരു റൈറ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടി നിങ്ങളൊരു പുതിയ റൂം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു റിപ്പീറ്റേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഏറ്റമില്ലാത്തത് എക്സാക്ട്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ട് ഒരു ചേഞ്ച് ഉണ്ടാവുന്നില്ല? സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരിക്കും അല്ലെ? ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം നിങ്ങൾക്ക് ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് വേണ്ടത്. റൈറ്റ്? Hello all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today and I'm super excited to be here with another video. സത്യം പറഞ്ഞാൽ വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കാം. ഇത് നിങ്ങളുടെ ഒരുപാട് ചോദ്യത്തിനുള്ള നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങൾക്കുള്ള ഒരു മേജർ സൊല്യൂഷനാണ്. ഇതുപോലത്തെ പ്രോബ്ലംസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് ഈ വീഡിയോയോട് കൂടിയിട്ട് നിങ്ങൾ ആ ഒരു കാര്യം ഫിക്സ് ചെയ്യാൻ പോവാണ്. അതുപോലത്തെ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പോവാണ്. സോ ഒരുപാട് ആളുകൾ ഏറ്റവും കൂടുതൽ ലൈഫിൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ അല്ലെ? നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് കണക്ട് ചെയ്യുക, നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ ഒരുപാട് ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈവൻ എൻ്റെ ലൈഫിലാണെന്നുണ്ടെങ്കിൽ ഞാനും ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ചലഞ്ച് ആയിരുന്നു എൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ എങ്ങനെ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കണക്ട് ചെയ്യാം, എങ്ങനെ നമുക്കൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കണക്ട് ചെയ്യാം. പ്രോബബ്ലി നിങ്ങൾ ഈ ഒരു ടോപ്പിക് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ വേറെ എവിടുന്നും കേൾക്കാൻ സാധ്യതയില്ല. കാരണം ഇത് എൻ്റെ ലൈഫ് എന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എൻ്റെ സ്പിരിച്വൽ അവേക്കനിങ് നിന്ന് ഞാൻ റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ അടുത്ത് സംസാരിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാണ്. നിങ്ങൾ ഇതുപോലത്തെ സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ പോകുന്നതെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്കുള്ളൊരു സൊല്യൂഷൻ ആണ്. സോ ഞാൻ ഇപ്പോഴാണ് എന്നൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചത്. സോ ഒരുപാട് ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ച് തടി വെച്ചു, കുറച്ചൊരു 2 മാസം മുൻപൊക്കെ. സോ ഞാൻ മെലിഞ്ഞു അല്ലെ ഗൈസ്? കുറച്ച് ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ തടി വെച്ചോ ചേച്ചി, തടി വെച്ചോ ഗോപു, തടി വെച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഒരു 5 kg കുറച്ചു വിത്തിൻ എ മന്ത് ടൈം. സോ പ്രൗഡ് അബൌട്ട് മൈ സെൽഫ്. സോ നിങ്ങളും ജോയിൻ ചെയ്യാൻ, നിങ്ങൾക്ക് ഇതുപോലെ ശരീരമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, കാരണം ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് നിങ്ങളൊരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഒരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പിലേക്ക് പോകാന്നുള്ളതാണ്. സോ ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ? സോ ഈ ടോപ്പിക് നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ തംസ് അപ്പ് ആൻഡ് കമന്റ് ബിലോ. സോ ഈ വീഡിയോ ചൂസ് ചെയ്തിട്ടുള്ള മിക്ക ആളുകളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റൈറ്റ് സൊല്യൂഷന് വേണ്ടിയിട്ടാണ് കാണുന്നത് അല്ലെ? സോ നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആളുകളായിരിക്കാം. സോ ആ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് കൊണ്ടുപോകാനായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഓർ നിങ്ങൾ സിംഗിൾ ആയിരിക്കാം, ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടായിരിക്കാം അല്ലെ? ഓർ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് പാറ്റേണിൽ എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. നിങ്ങളൊരു കറന്റ് സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത്, എന്ത് തീരുമാനിക്കണം, എങ്ങനെ അത് സോൾവ് ചെയ്യണം, എങ്ങനെ അതൊന്ന് പുറത്തേക്ക് വരണം എന്നൊക്കെ അറിയാത്ത ആളുകളായിരിക്കാം അല്ലെ? എസ്പെഷ്യലി ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. സോ അതിന് നിങ്ങൾ ആദ്യം പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. സോ നമ്പർ 1 ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം തന്നെ നിങ്ങളുടെ കറന്റ് റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു ഉദാഹരണം പറയാം. സോ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം, നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അടുത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ ഉണ്ട്, ആ വ്യക്തിക്കും അതുപോലെ നിങ്ങളുടെ അടുത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ ഉണ്ട്, നിങ്ങൾ പരസ്പരം സഹായിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് എഫേർട്ട് കൊടുക്കുന്നത് പോലെ തന്നെ ആ വ്യക്തിയും ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് എഫേർട്ട് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപോലെ ആ ഒരു റിലേഷൻഷിപ്പിൽ കണക്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പരസ്പരം നിങ്ങളുടെ എല്ലാ കുറവുകളും എല്ലാ കഴിവുകളും മനസ്സിലാക്കിയിട്ട് പരസ്പരം നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണ് അല്ലെ? സോ അതാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. സോ അവിടെ ഈക്വൽ ആയിട്ടുള്ള ഷെയറിങ്ങും ഈക്വൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും അവിടെ ഉണ്ടാവുന്നുണ്ട് അല്ലെ? ചില ആളുകളുടെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നു, നിങ്ങൾ ഒരുപാട് ചേസ് ചെയ്യുന്നു, നിങ്ങൾ ഒരുപാട് പിറകെ പോകുന്നു, നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നു, പക്ഷെ അവിടുന്ന് ഈക്വൽ ആയിട്ടുള്ള ഒരു എഫേർട്ട് ഉണ്ടാവുന്നില്ല. ഓക്കെ, മേ ബി ഇതിന് മുൻപ് അയാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം, പക്ഷെ കറന്റ്ലി അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ എങ്ങനെയാ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. അവിടെ നിങ്ങൾ ഒരുപാട് എഫേർട്ട് കൊടുക്കുന്നുണ്ടോ? അവിടെ എന്താണ് നിങ്ങൾ ആക്ച്വലി ചെയ്യുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. മേ ബി നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളുകളായിരിക്കാം, നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് റിലേഷൻഷിപ്പിന് നോക്കുന്നുണ്ടായിരിക്കണം, അതിന്റെ ഒരു നിരാശയാണോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്?
എന്താണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യം, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം, നിങ്ങൾ സ്ലോലി ബിൽഡ് ചെയ്ത് വരുന്ന ഒരു ഹാബിറ്റ്, അത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഹാബിറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റസ് ആയിട്ട് നിങ്ങൾ എടുക്കുക. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാം. എന്നിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷനിൽ, അത് നിങ്ങൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? സന്തോഷമാണോ? ഈവൻ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടെ സാറ്റിസ്ഫൈഡ് ആണോ? നിങ്ങൾക്ക് അവിടെ സെക്യൂർ ആയിട്ട് തോന്നുന്നുണ്ടോ? ആൻഡ് മനസ്സിലാക്കുക, ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇൻസെക്യൂർ ആവില്ല, നമ്മൾ ഒരിക്കലും ഫ്രസ്ട്രേറ്റഡ് ആവില്ല, നമുക്ക് ഒരുപാട് ചേസ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ഓവർ എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല. കാരണം റൈറ്റ് റിലേഷൻഷിപ്പിൽ നമുക്ക് അവിടെ മ്യൂച്വൽ ആയിട്ടുള്ള എഫേർട്സ് ഉണ്ടാവും. സോ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക, എന്താണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് എന്നുള്ളത്, എന്താണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഹാബിറ്റ് എന്നുള്ളത്. മേ ബി നിങ്ങൾ നിങ്ങളുടെ ഒരു റൈറ്റ് പാർട്ട്ണറുടെ കൂടെ ആയിരിക്കാം. നിങ്ങൾക്ക് തോന്നാണ് ഓക്കെ ഈ വ്യക്തി എന്റെ റൈറ്റ് പാർട്ട്ണർ ആണ്. ഇങ്ങനെ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം, അല്ലെ? ഓൾറൈറ്റ്. സോ നിങ്ങളുടെ ഇമോഷണൽ സൈഡൊക്കെ നമ്മളൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് നാച്ചുറലി നമുക്ക് ആ വ്യക്തി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും നമ്മൾ തന്നെ ജസ്റ്റിഫൈ ചെയ്യും. ഓക്കെ, ആ വ്യക്തി തിരക്കായിട്ടാണ്, അല്ലെങ്കിൽ ആ വ്യക്തി ഇങ്ങനെയായിട്ടാണ്, ആ വ്യക്തിയുടെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, ആ വ്യക്തിക്ക് ഈ ടൈമിൽ മാത്രമേ എന്നെ കോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ നമ്മൾ തന്നെ ഒരു ജസ്റ്റിഫിക്കേഷൻ ആ വ്യക്തി ചെയ്യുന്ന ആക്ഷനിൽ കൊണ്ടുവരാൻ ശ്രമിക്കും, അല്ലെ? സോ നിങ്ങൾ ഈ ഒരു ഇമോഷണൽ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആ റിലേഷൻഷിപ്പിനോടോ ആ വ്യക്തിയോടോ ഉള്ള എന്ത് സ്നേഹത്തിന്റെ പേരിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹാബിറ്റ്സ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ ടൈം എടുക്കുക, നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഈ സമയം നിങ്ങളത് ചെക്ക് ചെയ്യുക, നിങ്ങളത് പിന്നത്തേക്ക് മാറ്റി വെക്കണ്ട. ഇപ്പൊ നിങ്ങളത് ചെക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്താണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഹാബിറ്റ്, എന്താണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ്. നിങ്ങളും ആ വ്യക്തിയും അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഒരു സാഹചര്യവും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചില ശീലങ്ങളുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ്. സോ ആ ഒരു കാര്യത്തിൽ എന്താണോ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഹാബിറ്റ്, അവിടെ നിങ്ങൾ സന്തോഷമല്ല, അവിടെ നിങ്ങൾ ഒരുപാട് ഇൻസെക്യൂർ ആവുന്നുണ്ട്, അത് അങ്ങനെയല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ വേറെ കൂടുതലൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, നിങ്ങൾ ഡീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾക്കറിയാം ഓക്കെ ഈ വ്യക്തിയാണ് എന്റെ റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ. മേ ബി നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ തന്നെ ആയിരിക്കാം അത്, ഓക്കെ? പക്ഷെ ആരാണെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ ഓക്കെ ആണോ അവിടെ? നിങ്ങൾ സന്തോഷമാണോ? ഓർ ഇങ്ങനെ തന്നെയാണോ നിങ്ങൾക്ക് പോകേണ്ടത്? അത് ഹെൽത്തി ആണോ? നിങ്ങളായിട്ട് കാണാൻ ശ്രമിക്കാതിരിക്കുക. നിങ്ങൾ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് പുറമേ നിന്നുള്ളൊരു ആൾ കാണുന്ന സമയത്ത് അത് ഹെൽത്തി ആയിട്ടാണോ നിങ്ങൾ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒബ്സർവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരേപോലെ തന്നെയാണ് പോകുന്നത്? ഈവൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് അത്ര സന്തോഷമില്ലാത്ത കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്. അത് വർഷങ്ങളായിട്ട് നിങ്ങൾ അതേ അവസ്ഥയിലായിരിക്കാം പോകുന്നുണ്ടായിരിക്കുക, അല്ലെ? വർഷങ്ങളായിട്ട് നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നിങ്ങൾ ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പിൽ പോകുന്ന വ്യക്തിയായിരിക്കാം, വർഷങ്ങളായിട്ട് നിങ്ങളൊരു കൈൻഡ് ഓഫ് ഓൺ ആൻഡ് ഓഫ് പോലത്തെ ഒരു റിലേഷൻഷിപ്പിൽ കൂടെ പോകുന്ന ആളുകളായിരിക്കാം. നിങ്ങൾക്ക് അതിന് പുറത്തേക്ക് വരണം എന്ന് അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. ഈവൻ നിങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മടുത്തു പോയിട്ടുണ്ടാവും, അല്ലെ? നിങ്ങളുടെ ഒരു അതേ അവസ്ഥയിൽ കൂടെ വീണ്ടും 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 പോകുന്ന സമയത്ത് നിങ്ങളുടെ ഒരു മേജർ എനർജി, മേജർ ടൈം, മേജർ എഫേർട്ട് നിങ്ങൾ ഈ ഒരു കാര്യത്തിലായിരിക്കാം നിങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും അവിടെ ഒരു മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, സോ ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു റിപ്പീറ്റേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഒരേ അവസ്ഥയിൽ കൂടെ തന്നെ നിങ്ങൾ പോവേണ്ടി വരുന്നത്, അവിടെ മാറ്റമില്ലാത്തത്? എക്സാക്ട്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ട് ഒരു ചേഞ്ച് ഉണ്ടാവുന്നില്ല? സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരിക്കും, അല്ലെ? ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം നിങ്ങൾക്ക് ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് വേണ്ടത്, റൈറ്റ്? ഇവിടെ ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ പോവാണ്. നമ്മുടെ മൈൻഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ അത് ശരിയാണ്, തെറ്റാണ്, നല്ലതാണ്, ചീത്തതാണെന്നുണ്ടെങ്കിലും ചിലത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അത് സ്ലോലി
നമ്മളുടെ ഹാബിറ്റ് ആവാൻ തുടങ്ങും. അത് നല്ലതാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ലതല്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിലും. സോ നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നു. ഇനീഷ്യലി നിങ്ങൾക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ആൻഡ് സ്ലോലി നിങ്ങൾ പോലും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ആ ഒരു റിലേഷൻഷിപ്പ് ഹാബിറ്റ് നിങ്ങളുടെ ഉള്ളിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് സ്ലോലി നിങ്ങൾ അതിന്റെ ഭാഗമാവാണ്. പിന്നീട് അത് നിങ്ങളുടെ ഒരു ശീലമായി പോവാണ്. പിന്നീട് അത് നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമായി പോവാണ്. നമ്മൾ പോലും അറിയാതെ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനത്തെ ഒരു ഹാബിറ്റ് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, ഇത് നിങ്ങളുടെ ലൈഫിന്റെ ഏത് സിറ്റുവേഷനിലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി നമ്മൾ ഇന്ന് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. സോ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഈ ഒരു കാര്യം സ്ലോലി നമ്മളുടെ ഉള്ളിൽ തന്നെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഹാബിറ്റ് അത് നമുക്ക് വേണ്ടതാണെന്നുണ്ടെങ്കിലും വേണ്ടാത്തതാണെന്നുണ്ടെങ്കിലും. ചില ആളുകൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം, റിലേഷൻഷിപ്പിൽ വരും, പക്ഷെ കുറച്ച് കഴിയുന്ന സമയത്ത് ആ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല. സോ എപ്പോഴും റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒട്ടും കമ്മിറ്റ്മെന്റ് തരാത്ത ആളുകളിലേക്കായിരിക്കാം നിങ്ങൾ വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുക. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ? നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നോണ്ടാണോ? നോ, ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഹാബിറ്റ് ആയി പോയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ സ്ലോലി അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് അവൈലബിൾ അല്ലാത്ത ആളുകളിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയാണ്. നിങ്ങൾ അവിടെ ആളുകളെ ഫിൽറ്റർ പോലും ചെയ്യാതെ പെട്ടെന്ന് ക്വിക്കായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു അൺഹെൽത്തി പാറ്റേൺ ആണ്. ഇത് മസ്റ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലും റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്താണോ നിങ്ങൾക്കൊരു ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നത്, എന്ത് പ്രോബ്ലം ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, ആ ഒരു പെർട്ടിക്കുലർ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. കാരണം നമ്മളുടെ ഒരു പ്രോബ്ലം എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് അതിന് റൈറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കുള്ളൂ, അല്ലെ? ഒരു ടൈമിൽ എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് എന്റെ റിലേഷൻഷിപ്പ് ആയിരുന്നു. സോ നിങ്ങൾക്ക് പല ആളുകൾക്കും അറിയാം എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. സോ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ പോലും ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ഞാൻ പോലും അറിയാതെ എനിക്കൊരു ഹാബിറ്റ് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുണ്ടായി. ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഹാബിറ്റ് അങ്ങനെയായിരുന്നു. കാരണം ഞാനായിരുന്നു എല്ലാ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നുണ്ടായിരുന്നു. ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ എവിടെ പോകുന്ന സമയത്തും ഞാനാണ് എല്ലാ കാര്യങ്ങളും പേ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. എല്ലാ ബില്ലുകളും ഞാനാണ് പേ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു റെസ്റ്റോറന്റിൽ പോകുന്ന സമയത്ത്, ഒരു ഷോപ്പിംഗിൽ പോകുന്ന സമയത്ത്, ഒരു മൂവിക്ക് പോകുന്ന സമയത്ത് അതെനിക്ക് ഒട്ടും സന്തോഷം തരുന്ന ഒരു കാര്യമല്ല, അല്ലെ? നമ്മുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഒരാൾ മാത്രം ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ ഒരാളുടെ മേൽ മാത്രം എല്ലാ റെസ്പോൺസിബിലിറ്റി വരിക എന്ന് പറയുന്നത് അതത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റ് അല്ല, അല്ലെ? പക്ഷെ അത് എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടും ഒട്ടും ആഗ്രഹിക്കാത്തൊരു കാര്യം ആയിരുന്നിട്ട് പോലും, എനിക്ക് ഒട്ടും സന്തോഷമില്ലാഞ്ഞിട്ട് പോലും പതുക്കെ ഈ ഒരു പാറ്റേണിൽ കൂടെ പോകുന്ന സമയത്ത് ഇത് എന്റെ റിലേഷൻഷിപ്പിന്റെ ഹാബിറ്റ് ആവാൻ തുടങ്ങി. ഞാൻ പോലും അറിയാതെ ഇങ്ങനത്തെ ഒരു ഹാബിറ്റ് എന്റെ ഉള്ളിൽ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ഓരോ ടൈം കഴിയുന്തോറും, ഓരോ വർഷം കഴിയുന്തോറും അത് വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡസന്റ് മാറ്റർ അവിടെ എനിക്ക് സന്തോഷാണോ സന്തോഷല്ലേ, എനിക്ക് അതാണോ വേണ്ടത് അല്ലേ എന്നുള്ളതല്ല. ഞാൻ പോലും അറിയാതെ അതിന്റെ ഒരു ശീലമായി പോയി, എന്റെ റിലേഷൻഷിപ്പിന്റെ ഹാബിറ്റ് ആയി പോയി അത്. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻ, എന്റെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ എന്റെ ഒരു ഹാബിറ്റ്, റിലേഷൻഷിപ്പ് ഹാബിറ്റ് ആയിട്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, പിന്നീട് ഞാൻ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം ഞാൻ എവിടെ പോവാണെന്നുണ്ടെങ്കിലും, ആരുടെ കൂടെ പോവാണെന്നുണ്ടെങ്കിലും, എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോവാണെന്നുണ്ടെങ്കിലും നാച്ചുറലി എന്റെ മൈൻഡ് രജിസ്റ്റർ ആയിട്ടുള്ളത്, എന്റെ ഹാബിറ്റ് എങ്ങനെയാണ്, ഞാൻ എല്ലാം ചെയ്യണം എന്നുള്ളതാണ്. സോ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്ന സമയത്ത് എനിക്ക് ആദ്യം ബില്ല് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല, പക്ഷെ അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു ഗിൽറ്റ് ഫീലിംഗ് ആണ്. എന്റെ ഉള്ളിൽ ആ ഒരു ഓക്കെ ഞാനാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു തോന്നൽ എന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുകയാണ്. അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അത് ഞാൻ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമല്ല. പക്ഷെ എന്റെ ശീലം ഇങ്ങനെയാണ് എന്റെ അടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നത്. എക്സാക്ട്ലി അങ്ങനെയല്ല എന്റെ ലൈഫ് വേണ്ടത് എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അതെന്റെ ശീലമായി പോയതുകൊണ്ട് മാത്രം ഞാൻ ആക്ച്വലി സ്ട്രഗിൾ ചെയ്തു ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. പക്ഷെ അങ്ങനത്തെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് എനിക്ക് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്? ഈവൻ നമുക്ക് എക്സാക്ട്ലി ആ ഒരു കാര്യമല്ല വേണ്ടതെന്ന് നമുക്ക് അറിയാമെങ്കിലും എന്തുകൊണ്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ, നമ്മൾ അറിയാതെ തന്നെ ഇതുപോലത്തെ ഒരു ഹാബിറ്റ് നമ്മളുടെ ഉള്ളില് ഫോം ആയി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുത്തുള്ള ഒരു റിലേഷൻഷിപ്പ് ഹാബിറ്റ് ഉണ്ടായിരിക്കണം, അല്ലെ? അത് ഈവൻ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര നല്ലതല്ലാത്ത ചില ഹാബിറ്റ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരിക്കണം, അല്ലെ? സോ നിങ്ങൾ റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാനും, റൈറ്റ് ആയിട്ടുള്ള വ്യക്തികളുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാനും, ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഫോം ചെയ്യാനും, ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വരാനും, ഈ നിമിഷം വരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ശീലങ്ങൾ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇതുപോലത്തെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ
ആദ്യം അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുള്ളൂ. സോ ഈ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ, എന്റെ ലൈഫിൽ ഇതുപോലത്തെ പ്രശ്നമാണ്, ഓക്കെ ഇതാണ് എന്റെ ഒരു റിലേഷൻഷിപ്പ് ഹാബിറ്റ്, ഇതെനിക്ക് വേണ്ട നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. മേ ബി ചില ആളുകളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് ചേസ് ചെയ്യുന്ന ഒരാളായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ വ്യക്തി വരും, ആ വ്യക്തി പോകുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും ചേസ് ചെയ്യും, വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യും. അതുപോലത്തെ കാര്യത്തിൽ നിങ്ങളുടെ ടൈം എഫേർട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. ആ വ്യക്തി തിരിച്ചു വരും, പിന്നെയും ആ വ്യക്തി പോവും, ആൻഡ് വീണ്ടും നിങ്ങൾ സങ്കടമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോവാണ്. ആ വ്യക്തി ഇല്ലാതെ ഒരു സന്തോഷമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോവാണ്. നിങ്ങൾക്ക് വേറൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ആ വ്യക്തി ഇല്ലാതെ നിങ്ങളുടെ ലൈഫ് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. സോ നിങ്ങൾ വീണ്ടും ഇതുപോലത്തെ കാര്യങ്ങൾ ആ വ്യക്തിയെ ചേസ് ചെയ്യാൻ വേണ്ടി ചെയ്യും. ആ വ്യക്തി വരും. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹാബിറ്റ് ആണ്. ഇതിൽ നിങ്ങൾ ശരിക്കും ഓക്കെ ആണോ? ഡെഫിനറ്റ്ലി നോ, റൈറ്റ്? കാരണം നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അതൊരു ഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല. ആൻഡ് അങ്ങനെയല്ല നിങ്ങൾക്ക് വേണ്ടത്, അല്ലെ? സോ നിങ്ങൾക്ക് ആ ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് വേണം. റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കണം, അല്ലെ? ചില ആളുകൾ നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളുകളായിരിക്കാം. സോ ഈ ഒരു ടൈമിൽ എന്താണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഹാബിറ്റ്? നിങ്ങൾ എന്താണ് റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കുന്നത്? അത് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നതാണോ? നിങ്ങൾ കൊടുക്കുന്ന തോട്ട്സ് നിങ്ങളുടെ ഹാബിറ്റ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഓരോ ഡേ ടു ഡേ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഹാബിറ്റ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണർഷിപ്പിലേക്ക് വരാൻ വേണ്ടി, റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ ലൈഫിൽ വരാൻ വേണ്ടി, അല്ലെങ്കിൽ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെ, നിങ്ങൾക്ക് അറിയാം അത് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. പക്ഷെ ഇപ്പം അത് റൈറ്റ് ആയിട്ട് സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയേക്കാൾ കൂടുതൽ, ആ റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹാബിറ്റ് ആണ്. ഓക്കെ, സോ ചില ആളുകൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഹാബിറ്റ് ഉണ്ടാവുന്നുണ്ട്. സോ ആ വ്യക്തിയുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടായിരിക്കാം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. നിങ്ങൾക്ക് അവിടെ വിളിക്കാനുള്ള പെർമിഷൻസ് ഉണ്ടാവില്ല. ചില ആളുകളുടെ ഒരു റിലേഷൻഷിപ്പ് ഹാബിറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം, ബട്ട് നിങ്ങൾ വേറെ ആളുകളെ ഡീൽ ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കാം. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹാബിറ്റ് ആണ്. നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ ഓക്കെ ആണോ? നിങ്ങൾ സന്തോഷമാണോ? നിങ്ങൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്ത് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്ത് ഹാബിറ്റ് ആണ് നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നത്? അതാണ് നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഈ ഒരു പാത്ത് നിങ്ങൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലത്തെ ഹാബിറ്റ് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള മാറ്റം കൊണ്ടുവരുത്തുന്ന ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു പുതിയ കാര്യം ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്കൊരു പുതിയൊരു ഹാബിറ്റ് നമ്മളെ പഠിപ്പിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് കോൺസ്റ്റന്റ്ലി ചെയ്യണം. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹാബിറ്റും ഇതുപോലെ ബ്രേക്ക് ചെയ്യാം. സോ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് എന്താണോ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹാബിറ്റ് എന്താണോ, നിങ്ങൾ അവിടെ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ള കാര്യത്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓൾറൈറ്റ്, സോ നിങ്ങൾ ഒന്നും ചേസ് ചെയ്യേണ്ട. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഒരു മാസം നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇൻസ്റ്റീഡ് ഈ ഒരു 1 month ടൈം, ഒരു 21 days ടൈം നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹാബിറ്റ് റീഫ്രെയിം ചെയ്യാൻ പ്രിപ്പയർഡ് ആവുന്ന സമയത്ത്, അത് റീപ്രോഗ്രാം ചെയ്യാൻ പ്രിപ്പയർഡ് ആവുന്ന സമയത്ത് അത് നിങ്ങളെ ഡെഫിനറ്റ്ലി ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സ്റ്റേറ്റസിലേക്കാണ് ലീഡ് ചെയ്യിപ്പിക്കുക. ഒരു ലോങ് ലാസ്റ്റിംഗ് ഹെൽത്തി റിലേഷൻഷിപ്പിലേക്കാണ് നിങ്ങളെ ലീഡ് ചെയ്യിപ്പിക്കുക. സോ എന്തൊക്കെയാണോ നിങ്ങൾക്ക് അങ്ങനെ ബ്രേക്ക് ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ പറയാം, സെയിം കാര്യം തന്നെയാണ്. നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിരിക്കാം, പക്ഷെ ആ വ്യക്തിയിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഇമോഷണലി ഡിപ്പെൻഡഡ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം, അല്ലെ? സോ ആ വ്യക്തി വിളിച്ചാൽ നിങ്ങൾക്ക് സന്തോഷം, ആ വ്യക്തി പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത്രയും ദിവസം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ല. പിന്നീട് നിങ്ങൾ അതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നു, കരയുന്നു, സങ്കടപ്പെടുന്നു, ആ വ്യക്തിയുടെ സ്റ്റേറ്റസ് പോയി ചെക്ക് ചെയ്യുന്നു, ഓൺലൈൻ ഉണ്ടോ ഓഫ്ലൈൻ ഉണ്ടോ, എന്താണ്, ആരൊക്കെയായിട്ടാണ് സംസാരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഹാബിറ്റ് ആവാണ്. നിങ്ങൾ ഇമോഷണലി ആ ഒരു മൊമെന്റിൽ നിങ്ങൾ ഇമോഷണലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സ്ലോലി നിങ്ങളുടെ മൈൻഡ് അവിടെ ക്യാച്ച് ചെയ്യാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. സ്ലോലി അത് നിങ്ങളുടെ ഹാബിറ്റ് ആയിട്ട് വരികയാണ്. അല്ലാതെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ വലിയൊരു കണക്ഷൻ കൊണ്ടും മാത്രമല്ല നിങ്ങൾ ചില ആളുകളിൽ നിങ്ങൾ സ്റ്റക്കായി പോകുന്നത്, ചില റിലേഷൻഷിപ്പ് ഹാബിറ്റിൽ നിങ്ങൾ സ്റ്റക്കായി പോകുന്നത്. ഇത് നിങ്ങളുടെ മൈൻഡ് ക്യാച്ച് ചെയ്യുന്നുണ്ട്, ഇത് നിങ്ങളുടെ മൈൻഡ് ഫീഡ് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്, മൈൻഡ് അതുപോലെ എടുക്കുന്നുണ്ട്, പുതിയ ഹാബിറ്റ് നിങ്ങൾ പോലും പറയാതെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്ലോലി നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ ഒരുപാട് ചേസ് ചെയ്യാണ്. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ചേസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയത്തേക്ക് ആ ഭാഗത്തേക്ക് നോക്കാതിരിക്കുക. ഈവൻ നിങ്ങൾക്ക് തോന്നുകയാണ് അത് എന്റെ റൈറ്റ് പേഴ്സൺ ആണ്, അതാണ് എന്റെ ലൈഫ്, ലവ് ഓഫ് ലൈഫ് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ടൈമിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുക. ഹാബിറ്റ്
റിലേഷൻഷിപ്പ് ഹാബിറ്റ് ബ്രേക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആ ഒരു മാജിക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കും. പക്ഷെ ഈ ഒരു ഹാബിറ്റ് നിങ്ങൾ 21 ഡേ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. കാരണം നിങ്ങളുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാൻ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ലൈഫിന്റെ ഏത് സിറ്റുവേഷനിലും നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഹാബിറ്റ് കാരണം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാണ് വേണ്ടത്. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഇറ്റ്സ് വെരി ഈസി. നമ്മളുടെ ഒരു ഹാബിറ്റ് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്ത് കാര്യങ്ങളും ഒരു മാറ്റം വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. നമുക്ക് പെയിൻ ഉണ്ടാവാൻ തുടങ്ങും. നമ്മൾ എക്സസൈസ് ഒക്കെ ആദ്യമായിട്ട് ചെയ്യുന്നത് പോലെ, മസിൽ പെയിൻ ഒക്കെ ഉണ്ടാവുന്നത് പോലെ നമ്മളുടെ മൈൻഡിൽ നിന്നും ആ ഒരു എതിർപ്പ് ഉണ്ടാവുകയാണ്. ഓക്കെ, പ്രിപ്പയർഡ് ആവുന്നില്ല. കാരണം അതിനൊട്ടും ശീലമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഇനീഷ്യൽ ടൈമിൽ ഒരു കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ആ ഓരോ ദിവസം കോൺസ്റ്റന്റ്ലി ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾ ലൈഫ് ലോങ്ങിലേക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഈ ഒരു 21 ഡേയ്സിൽ മാത്രം മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ എന്താണോ ഇതുപോലെ കോൺസ്റ്റന്റ്ലി നിങ്ങളുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്, അതിന്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിലായിരിക്കാം. ഓൾറൈറ്റ്, സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഫ്രെയിം ചെയ്യാണ്, പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാണ്, പുതിയ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാണ്, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ടൈം നിങ്ങളുടെ മൈൻഡിന് കൊടുക്കാണ്. സോ ആ ഒരു സ്ട്രഗിൾ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. സോ നമ്മുടെ മൈൻഡിലേക്ക് അത് റെക്കോർഡഡ് ആയി കഴിഞ്ഞാൽ, നമ്മുടെ ഹാബിറ്റ്, നമ്മുടെ ഒരു പുതിയൊരു ഹാബിറ്റ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രഗിൾ ഉണ്ടാവില്ല. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഹാബിറ്റ് ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വരുന്നത്, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വരുന്നത്, നിങ്ങളുടെ ലൈഫിൽ റൈറ്റ് പാർട്ട്ണർ വരാൻ നിങ്ങൾ അലോ ചെയ്യുന്നത്. സോ ആ ഒരു കാര്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത്, റൈറ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന സമയത്ത്, ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾ എന്റെ ലൈഫ് ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഈ വ്യക്തിയായിരുന്നു എന്റെ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഒരിക്കലും തോന്നില്ല. നിങ്ങൾ റീപ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് മേ ബി നിങ്ങൾ റോങ് ആയിട്ടുള്ള വ്യക്തിയിലായിരിക്കാം സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾ ഇതുപോലത്തെ മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത് ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നാലും നിങ്ങൾക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് തോന്നണമെന്നില്ല. കാരണം നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് അലൈൻഡ് ആയിട്ടുണ്ട്. സോ നിങ്ങൾ ഇതുപോലത്തെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കുക. 100% ഞാൻ ഗ്യാരണ്ടി തരാം. നിങ്ങളിത് കോൺസ്റ്റന്റ്ലി ഒരു 1 month ടൈം നിങ്ങൾ പുതിയ കാര്യങ്ങൾ, നിങ്ങളുടെ ഹാബിറ്റ്, ഇപ്പോഴുള്ള ഹാബിറ്റ്, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യുക, റീപ്രോഗ്രാം ചെയ്യുക. നിങ്ങളുടെ മൈൻഡിന്റെ ഒരു മാസ്റ്റർ ആയിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഒരു പുതിയൊരു ഹാബിറ്റ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരാണ്. നിങ്ങളുടെ ലൈഫിൽ വെളിച്ചം ഉണ്ടാവുകയാണ്, സ്പേസ് ഉണ്ടാവുകയാണ്. എക്സാക്ട്ലി, നിങ്ങൾ പുതിയ സ്പേസ് ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് ഒരു റൈറ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടി നിങ്ങളൊരു പുതിയ റൂം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ. ആൻഡ് നിങ്ങൾക്കൊരു ഇറ്റ്സ് ലൈക്ക് നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നത് പോലെയാണ്. ഓക്കെ, കാരണം നിങ്ങളുടെ മനസ്സിലെ ബേർഡൻസ് കുറയുന്ന സമയത്ത് നിങ്ങൾക്ക് ആക്ച്വലി ഒരു റിലീഫാണ് ഉണ്ടാവുന്നത്. പിന്നീട് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കില്ല, നിങ്ങൾക്ക് ഒരുപാട് സങ്കടം തോന്നുന്നത്, ഒരുപാട് മിസ് ചെയ്യുന്നത്, നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത്, ഒരേ സിറ്റുവേഷനിൽ കൂടെ പോകുന്നത്, അത് നിങ്ങൾക്ക് അത്ര ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമല്ല ഗൈസ്. നിങ്ങളുടെ അതായിപ്പോയി, നിങ്ങളുടെ ശീലം അങ്ങനെ ആയി പോയത് കൊണ്ടാണ്. ആ ഒരു ശീലം നിങ്ങൾ ബ്രേക്ക് ചെയ്ത് നോക്കൂ. ഹെൽപ്പ് യുവർ സെൽഫ്. ബിക്കോസ് റൈറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ട്രസ്റ്റ് മീ, ഹെൽപ്പ് യുവർ സെൽഫ്. ആൻഡ് നിങ്ങൾ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത് വരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. ഈ ഒരു നിങ്ങൾക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ്, നിങ്ങൾക്ക് ഒട്ടും ഹെൽപ്ഫുൾ അല്ലാത്തൊരു ഹാബിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് യുവർ സെൽഫ് ടു ബ്രേക്ക് ഇറ്റ്. സോ ഇത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ comment below, thumbs up. Hope you like this video. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.